Hi everyone, എല്ലാവർക്കും നമസ്കാരം. I'm Abida Rasheed here and welcome back to my next episode of Masterclass. നിങ്ങളുടെ കമൻസ് ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പാവുന്ന റെസിപ്പീസാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിന്ന് വെറും 3-4 ഇൻഗ്രീഡിയൻസ് കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഡ്രൈ ഫ്രൈയും അതിനോട് കൂടെയുള്ള ഒരു ഓട്ടുപൊളിയുമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. അതിലേക്ക് ബീഫ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പൊരിക്കാനുള്ള വെളിച്ചെണ്ണ, ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ്, പിന്നെ ഒരു 2-3 ചുള ഗാർലിക്ക്. ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്കൊന്ന് ബീഫ് കുക്കറിലിട്ട് വേവിക്കാം. ബീഫിന് കുറച്ചൊരു 3-4 വിസിലിൻ്റെ വേവ് വേണ്ടി വരും. ഓരോ സ്ഥലത്ത് എങ്ങനത്തെ ബീഫാണ് കിട്ടുക എന്നറിയില്ല. ഇറ്റ്സ് കോൾഡ് ബഫ്ലോ മീറ്റ് എന്നും പറയും, ബീഫ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങുന്നത് ഈ തൈ മാത്രമായിട്ട് എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ആറ് പോലത്തെ ബീഫ് ചൂവബിൾ എല്ലാം ഉണ്ടാവുക. നമ്മൾ ഈ സ്റ്റമക്ക് പാർട്ട് അല്ലെങ്കിൽ റിബ്സ് അങ്ങനത്തെ ഒക്കെ പാർട്ട് നല്ലോണം ചെറിയ കട്ടായിട്ട്, കറി കട്ട് എന്ന് പറയുന്നത് കേട്ടോ. ബിരിയാണി കട്ട് ഇസ് ഡിഫറെൻറ്റ്, കറി കട്ട് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ കറി കട്ടായിട്ട് കട്ട് ചെയ്തെടുത്ത ബീഫ് നമുക്കൊരു 1/2 കിലോ to 1 കിലോൻ്റെ ബീഫ് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഒരു 1 കിലോ ബീഫുണ്ട്. 1 കിലോ ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്യാം. ഇതേമാതിരി കുറച്ച് ഒന്നിച്ചുണ്ടാക്കി വെച്ചാലില്ലേ നമുക്ക് റിസർവ് ചെയ്ത് വെക്കാൻ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ ഒന്നും കൂടി എളുപ്പമുണ്ട്. ഒന്ന് ബോയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ബോയിൽ ചെയ്ത് വെക്കുക. ആവശ്യമുള്ളത് മാത്രം എടുത്ത് പൊരിച്ചാൽ മതി. അപ്പോൾ മഞ്ഞൾ, സാധാ മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ ഓഫ് മഞ്ഞൾ. മുളക് പൊടി ലൈക്ക് ഞങ്ങളുടെ സെയിം ബ്രാൻഡ് ഉണ്ട്. ഇതിൻ്റെ പേര് AR ഫിഷ് ഫ്രൈ മാരിനേഡ് എന്നാണ്. പക്ഷേ ഇത് എല്ലാത്തിനും സെയിം മസാല തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ഇനി ഇൻ കേസ് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി ഇട്ടാൽ മതി. എരിക്കനുസരിച്ചിട്ടോ, ചിലവർക്ക് എരിവ് നല്ലോണം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എരിവിന് ഒരു 3 സ്പൂണും 3 to 4 ടീസ്പൂൺസ് വരെ നമുക്ക് ഇടാം. പിന്നെ അതിലേക്ക് ഞാൻ ഇടാൻ പോണത് ആവശ്യമുള്ള കല്ലുപ്പ്. ഇപ്പം എത്ര ഇൻഗ്രീഡിയൻ്റ് ആയി? 3. 4ാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നുണ്ട് ജസ്റ്റ് വാട്ടർ, വെള്ളം. ആ കുക്കറിന് ആവശ്യമുള്ള വെള്ളം. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ബീഫാണ് ഇത്. ഉള്ളി വേണ്ട, ഒന്നും പൊരിക്കാനോ മുറിക്കാനോ ഒന്നുമില്ല. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. ഈ പറഞ്ഞ മാതിരി ചില ബീഫ് ഭയങ്കര മൂത്ത ബീഫായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് വിസിലിൽ അഡ്ജസ്റ്റ് ചെയ്യണം, കുക്കിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊരു 3 to 4 വിസിൽസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ 4 വിസിൽ കഴിഞ്ഞപാട് തുറക്കരുത്. ഒരു 20 മിനിറ്റ്സ് അവിടെ വെക്കണം. അതിൻ്റെ ഉള്ളിൽ നല്ലോണം വെന്ത് സോഫ്റ്റ് ദ ടെക്സ്ചർ ദ ബെറ്റർ ടു ഈറ്റ്. അതാണ് അതിൻ്റെ സീക്രട്ട്. അപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ബീഫിന് ഒരു 3 to 4 വിസിൽസ് വരെ ബീഫ് കുക്കാവണം. മീൻ വൈൽ നമുക്ക് ദോശ, ഓട്ടുപൊളി. ഓട് എന്ന് പറഞ്ഞാൽ ഈ കല്ല്, പൊളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലയിൽ നിന്ന് പൊളിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മേലയിൽ ചുട്ടിട്ട് പൊളിച്ചെടുക്കുക എന്ന് പറയും, ഓട്ടുപൊളി. ഓർ യു ക്യാൻ കോൾ ഇറ്റ് ഗോതമ്പ ദോശ ഓൾസോ. ഓക്കെ, അതിനൊക്കെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓൺലി ഗോതമ്പ പൊടിയാണ് നല്ലത്. ഇപ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഫാക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് കപ്പ് ഓഫ് ഗോതമ്പ പൊടി, അതിലേക്ക് അതിൻ്റെ പകുതി മൈദപ്പൊടി. മൈദ അവോയ്ഡ് ചെയ്യുക. മൈദ ഇഷ്ടമില്ലെങ്കിൽ ടോട്ടൽ ഗോതമ്പ പൊടി തന്നെ എടുക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ട. ഒരു 10-12 ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട മതി. ഈ ക്വാണ്ടിറ്റി ഡബിളാക്കുമ്പോൾ മുട്ടയും ഡബിളാക്കിക്കോളൂ. ഒരു മുട്ട. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഒരു ദോശ കലക്കാൻ ആവശ്യമുള്ള ഒരു 1 കപ്പ് ഫ്ലൂയിഡ് വെള്ളം. ഇനി കുറച്ച് ഉപ്പ്, പൊടിയുപ്പായാലും കുഴപ്പമില്ല, കല്ലുപ്പായാലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, ആ ദോശക്ക് ആവശ്യമുള്ള ഉപ്പും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. തിക്നെസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്ര തിക്ക് വേണ്ട, കുറച്ചും കൂടി ഒന്ന് തിക്നെസ് കുറയ്ക്കണം. അതിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദിസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്.
ഫസ്റ്റ് വിസിലാണ് കേട്ടോ അപ്പോൾ വന്നിരിക്കുന്നത് പ്രഷർ കുക്കറിൽ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഓക്കെ, മീൻ വായിൽ ഇപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ തിക്നെസ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ വിസിലുമായി. ഇനി ഒന്നും കൂടി കുറച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ടൈം ഫോർ ദ വിസിൽ. സി ആക്ച്വലി ദ കുക്കിംഗ് പ്രോസസ്സ് ഹാപ്പൻ ചെയ്യാണ്. ഇറ്റ്സ് ആക്ച്വലി സ്റ്റീം അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ട് കുക്കറിൻ്റെ അകത്ത് അല്ലേ. അതിൻ്റെ എക്സസ് സ്റ്റീം വരുമ്പോഴാണ് അത് യൂസ് ചെയ്ത് പുറത്തേക്ക് പോവുക. അപ്പോൾ ആവശ്യമുള്ള സ്റ്റീം കുക്കർ തന്നെ നിലനിർത്തും. ആ ഒരു പ്രഷറിലാണ് ഈ ബീഫ് കുക്കാവുന്നത്. നോർമലി പ്രഷർ കുക്കർ ഇല്ലെങ്കിൽ ഓപ്പണിൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അറ്റ്മോസ്ഫിയറിക് എയറിൽ ഇങ്ങനെ പോവുമല്ലേ ആ ചൂടൊക്കെ. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. പ്രഷർ കുക്കറിലാകുമ്പോൾ ഫ്ലേവേഴ്സ് ആർ അറസ്റ്റഡ്, അത് പോവില്ല. അതേ സമയത്ത് ഈ സ്റ്റീമിൻ്റെ ആ ഒരു വിങ്ങൽ കാരണം ആ ചിക്കനോ മട്ടനോ വാട്ട് എവർ മീറ്റ് ഇറ്റ് ഇസ് അത് നല്ലോണം കുക്കാവും. ഈ പറയുന്ന വിസിൽ എന്നുള്ള കണക്ക് പറയുന്നത് ഓരോ മീറ്റ് ഓരോ ഏരിയ ഓഫ് പ്ലേസസ് തണുപ്പ് രാജ്യമാകുമ്പോൾ കൂടുതൽ സമയമെടുക്കും. പിന്നെ അതേമാതിരി നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത മീറ്റാണെങ്കിൽ അതിന് ആ തണുപ്പിൻ്റെ വെള്ളവും യൂസായി വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തും ഫ്രഷ് മീറ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുറയ്ക്കണം. ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഒരു വലിയൊരു കുളത്തിൽ കുറേ വെള്ളവും കുറച്ച് ഇറച്ചിയായി പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. റെഫ്രിജറേറ്റഡ് മീറ്റ് വിൽ യൂസ് വാട്ടർ. ഓക്കെ, പിന്നെ കുറച്ച് നേരം മീറ്റ് പുറത്ത് വെച്ച് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറേ നല്ലോണം സ്ക്വീസ് ഔട്ട് ചെയ്ത് പോയി ആവശ്യത്തിന് ആ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഓവർ വെള്ളം വരില്ല. ഈ ദോശക്കല്ലൊന്ന് ചൂടാക്കി കുറച്ചൊരു എണ്ണമഴയുള്ള പേപ്പറോ ടവലോ വെച്ചിട്ട് ഒന്ന് കല്ല് നല്ലോണം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. ഒന്ന് പിടിക്കാണ്ടക്കാൻ. ആദ്യത്തെ ദോശ എപ്പോൾ പിടിക്കും, ആദ്യത്തെ ദോശയെ പിടിക്കുകയുള്ളൂ കേട്ടോ, എല്ലാ ദോശയും പിടിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ദോശ പിടിച്ചു പോയി വെച്ചിട്ട് അത് നിർത്തി വെക്കേണ്ട. ഓക്കെ, ഇതിലേക്ക് നമുക്കൊന്ന് ദോശ ഒഴിച്ചു കൊടുക്കാം. ഓട്ടുപൊളി ദോശയല്ല, ഓട്ടുപൊളി. ഓക്കെ, കുറച്ചും കൂടി ഒരിത്തിരി കട്ടിയായതിൻ്റെ രസം. വല്ലാണ്ട് ദോശ പോലെ നേരിയതാക്കണ്ട, ഒരു ലേശം കട്ടിയിരുന്നോട്ടെ. മൂന്നാമത്തെ വിസിൽ വന്ന് ഐ തിങ്ക് ഞാൻ ഒരു വിസിലിനും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെറ്റർ ഐ പ്രിഫർ ദ ബീഫ് ടു ബി സോഫ്റ്റർ. ചില ആൾക്കാർക്ക് ചൂയി ബീഫാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ 3 വിസിലിൽ നിർത്താം. പക്ഷേ ചൂയി എല്ലാം നല്ല സോഫ്റ്റ് ആണെങ്കിൽ ഒരു വിസിലും കൂടി വരട്ടെ. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരിത്തിരി ഓയിൽ, നെയ്യ് ആണ് ഞാൻ കൊടുക്കുന്നത്. നെയ്ക്ക് പകരം നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ഓയിലോ കോക്കനട്ട് ഓയിലോ വാട്ടെവർ ഓയിൽ. ഒരു ചെറിയ ബ്രഷിങ് ആവശ്യമാണ്, എന്നാലേ ആ കളറും ആ ക്രിസ്പിനെസ്സൊക്കെ വരുള്ളൂ. ദോശ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. പിടിച്ചതൊക്കെ ഒന്ന് പൊന്തിച്ചിട്ട് കൊടുക്കുക. നാലാമത്തെ വിസിൽ വന്നു. ഇനി മതി, ദാറ്റ്സ് ഇറ്റ്. ഇനി ഒരു 10 to 15 മിനിറ്റ്സ് അത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കുക്കിംഗ് ആവും. ഇനി ഇതൊന്ന് മറിച്ചിടുക. ഈ ഭാഗം ഒന്ന് കളറിങ് വേണം. വെറും ഗോതമ്പാകുമ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ നിൽക്കും. ഇപ്പം മൈദ വർക്കൗട്ട് ആവും. മൈദ ഒരു ഫ്രൈഡ് ഒരു ബബിൾ വരും, ഗോൾഡൻ കളർ അതിൻ്റെ മേലെ വരും. ഈ മുട്ട ഇല്ലെങ്കിൽ ഈ ദോശ ഇങ്ങനെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ. അത് കോഴിമുട്ട ഇല്ലാണ്ട് ട്രൈ ചെയ്യുക. പക്ഷേ കോഴിമുട്ട ഉണ്ടായതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പൊളിഞ്ഞു വരുന്നത്. അതിനോടാണ് അതിൻ്റെ പേര് ഓട്ടുപൊളി എന്നുള്ളത്. പ്രഷർ കുക്കർ സ്റ്റിൽ വെയിറ്റിംഗ്. ഞാൻ തുറന്നിട്ടില്ല. ഒരു 10 to 15 മിനിറ്റ്സ് ഇതിൽ ഇരുന്നാലേ ആ ഇറച്ചി കുക്കാവുള്ളൂ. ഇതാണ് ഈ ഗോൾഡൻ കളർ, ദ ക്രിസ്പിനെസ് ഫോം ചെയ്യുന്നത് പറഞ്ഞത്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് റിമൂവ് ചെയ്യാം. ആവശ്യത്തിനുള്ള കളറിങ് ആയി. ഇങ്ങനെ ചൂടോടെ ചുട്ടിട്ട് കഴിക്കണം. ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റബ്ബറി ഫീൽ വരും. ഇപ്പോൾ കുക്കറിലുള്ള ആ 10 മിനിറ്റ്സ് കഴിഞ്ഞ് അത് ആ വിസിൽ ക്ലിയറായി. ഇനി നമുക്ക് ഈ ഇറച്ചി ഒന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ വെന്ത ഇറച്ചി ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കണം.
നമുക്ക് നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടിൽ ലൈക്ക് കറി ഒഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഇറച്ചി വേവിച്ചത് ഒഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചട്ടി നല്ലോണം ചൂടാക്കി വെക്കുക. നല്ല സിസിലിങ് ഹോട്ടായിട്ട് വേണം ബീഫ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. ഓക്കെ, അപ്പോഴത്തേക്ക് ഗാർലിക് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു 2-3 പോട്ട്സ് ഓഫ് ഗാർലിക്, അധികം വേണ്ട. ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഗാർലിക് ഇട്ട് ജിഞ്ചർ ഇട്ടില്ലല്ലോ, അതെന്താ ഇടാത്തത്? എല്ലാ ഡിഷിനും ജിഞ്ചറും ഗാർലിക്കും വേണമെന്ന് നിർബന്ധമില്ല. ചില ഡിഷിന് ജിഞ്ചർ മാത്രം മതി, ചിലതിന് ഗാർലിക്ക് മതി. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യും എന്തായാലും ജിഞ്ചർ വേണമെങ്കിൽ. ഇതിലിപ്പോൾ എനിക്ക് ജിഞ്ചർ വേണ്ട, എനിക്കൊരു 2-3 ചുള ഗാർലിക്ക് മതി. ഗാർലിക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒരു 3-4 ചുള ഗാർലിക്ക്. ഇപ്പോൾ എൻ്റെ ചട്ടി നല്ലോണം ചൂടായി. എനിക്കിഷ്ടം കോക്കനട്ട് ഓയിലാണ്, ഓവർ ഫ്ലേവേർഡ് അല്ല, ഒരു സ്മൂത്ത് സ്മെല്ലിങ് കോക്കനട്ട് ഓയിൽ. ഓക്കെ, ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. തൽക്കാലം കുറച്ച് ഓയിൽ ഒഴിക്കുക, അബൌട്ട് 2 ടേബിൾ സ്പൂൺസ് ഓഫ് ഓയിൽ ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് എണ്ണ ചൂടായി വരുമ്പോൾ വി ആർ ഗോയിങ് ടു ഫ്ലേവർ ദിസ് ഓയിൽ വിത്ത് ഗാർലിക്. ഒരു 2-3 പോഡ് ഗാർലിക് അതിലേക്ക് ഇട്ട് അതിൻ്റെ ശേഷം മേ ബി ഒരു ടേബിൾ സ്പൂൺ ഓഫ് ഗീ. ഐ തിങ്ക് ഓൾവേസ് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഗീ അതിൽ ആഡ് ചെയ്യും. ഓക്കെ, നൗ ദിസ് ഫ്ലേവർ ഈസ് ഗെറ്റിംഗ് ഊസ്ഡ് ഇൻ ടു ദ കോക്കനട്ട് ഓയിൽ. ഇപ്പം ആ കോക്കനട്ട് ഓയിൽ ഗാർലിക്ക് വന്ന് അതിന് നല്ല ഒരു ഫ്ലേവർ ക്രിയേറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച മീറ്റ് വിത്ത് ദ വാട്ടർ, ഈ കുക്കറിന് ഉള്ള മീറ്റും അതിനുണ്ടായ കുറച്ച് വെള്ളവും കൂടി നമ്മളിതായി ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് ആ തിളയ്ക്കുന്ന ഓയിലിലേക്ക്, ദാറ്റ് ഫ്ലേവേർഡ് ഗാർലിക് ഫ്ലേവേർഡ് ഓയിലിലേക്ക് നമ്മളിത് ഈ വേവിച്ച ബീഫ് ആ വെള്ളവും കൂടി ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ആ വറ്റുന്നതോടുകൂടി നമ്മളുടെ ഇറച്ചിക്കറി റെഡിയാവും. സോ ജസ്റ്റ് 3 ingredients, ഐ തിങ്ക് ഇറ്റ്സ് 3 to 4 ingredients and your beef is ready. സോ ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ഇറച്ചി പൊരിച്ചത് ഓട്ടുപൊളി റെഡിയായി. എനിക്ക് തോന്നുന്നത് എല്ലാവരും ട്രൈ ചെയ്യും, ഇതിൽ യാതൊരു ഡിഫിക്കൽട്ടിയും ഇല്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആൻഡ് വെളിച്ചെണ്ണ, പിന്നെ വെള്ളം ഒരു മസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ഡിഷാണ്. കമൻറ്റ്സ് എന്തുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അൺടിൽ ദെൻ, ഗുഡ് ബൈ ഫ്രം അബിദ റഷീദ്.